ഗായ്സ്, ഈ അടുത്ത കാലത്തായി കുറച്ച് പോലീസുകാരുടെ തെമ്മാടിത്തം കൊണ്ട് മുഴുവൻ പോലീസുകാരെയും തെറ്റുകാരായി കാണുന്നു. പോലീസുകാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളില്ല, അതൊന്നും തന്നെ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നുള്ളൂ. പക്ഷേ ഞാനിന്ന് ഒരു പോലീസുകാരൻ ഒരു കുടുംബത്തിൻ്റെയും അതുപോലത്തെ ഒരു നാടിൻ്റെയും രക്ഷകനായി മാറിയത് അതൊന്നും നമുക്ക് നോക്കാം. കോഴിക്കോട് ജില്ലയിലെ പയ്യോൾ സ്റ്റേഷനിലെ ഷിനോസ് കുമാർ സാറാണ് രക്ഷകനായി മാറിയത്. എന്താണ് അന്ന് നടന്നതെന്ന് നമുക്ക് അദ്ദേഹത്തോട് ഇന്ന് ചോദിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടും കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമസ്കാരം. ഞാൻ കോഴിക്കോട് റൂറൽ ജില്ലയിലെ പയ്യോളി കെനൈൻ സ്കൂളിലെ പോലീസുകാരനാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വീടിന് അടുത്തുള്ള ഒരു വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ചോർച്ചയുണ്ടായി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബബീഷ് എന്നെ വിളിച്ച് ഈ കാര്യം പെട്ടെന്ന് എത്താൻ പറഞ്ഞു. ഒരു പോലീസുകാരൻ എന്ന നിലക്ക് എൻ്റെ ബാധ്യതയായിരുന്നു അവിടെ എത്തുക എന്നുള്ളത്. അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടത് അതിശക്തമായൊരു ലീക്കായിരുന്നു. അവിടെയുള്ള വീട്ടുകാരെയും തൊട്ട് അയൽപക്കത്തുള്ള പ്രദേശവാസികളെല്ലാം അങ്ങോട്ടേക്ക് ഒരു സേഫായ സ്ഥലത്തേക്ക് ഞാൻ മാറ്റിയതിന് ശേഷം വീടിനകത്ത് കയറി ഈ ചോർച്ചയുള്ള സിലിണ്ടർ എടുത്ത് തുറസായ ഒരു സ്ഥലത്തെത്തിക്കുകയായിരുന്നു. അങ്ങനെ ആ ദുരന്തം അന്ന് അടന്ന് ഒഴിവായി കിട്ടി. ഒരു പോലീസുകാരന് കിട്ടുന്ന ട്രെയിനിങ്ങിൽ നമ്മളെപ്പോൾ അലേർട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അലേർട്ടായി നിൽക്കുക എന്നുള്ളത് ഏത് നിമിഷവും 24 hours നമ്മൾ ഡ്യൂട്ടിയാണെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും പെട്ടെന്ന് അവിടെ എത്തിയ പാടെ എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രയാസത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ആ സമയത്ത് ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നിയതാണ് ഇതെങ്ങനെയെങ്കിലും ഈ വീടിനെയും അവിടെയുള്ള എല്ലാ സാധനങ്ങളെയും തൊട്ടടുത്തുള്ള വീട്ടുകാരെയൊക്കെ ഒരു സേഫ് സോൺ ആക്കുക എന്നുള്ളത്. ഞാൻ എന്തെങ്കിലും ആട്ടെ, എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല. പലരും എന്നോട് കയറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കയറി അകത്ത് കയറി ആ സിലിണ്ടർ എടുത്ത് പുറത്തു കൊണ്ടുപോയായിരുന്നു. എന്തിനായാലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് ആ വീട്ടുകാരുടെ മുഖം കാണുന്ന നേരം തന്നെ വളരെ സന്തോഷമുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, പോലീസുകാർക്ക് മാത്രമല്ല ഡിഫൻസിലുള്ള ആർക്കും ആ സമയത്ത് അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലീസുകാരെല്ലാം വളരെ കൃത്യമായി ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടോ എനിക്കും അങ്ങനെ പറ്റി. അതിന് എല്ലാവരോടും നമസ്കാരം. എൻ്റെ പേര് ബബീഷ് എന്നാണ്. അപ്പോൾ ഞാൻ ഈ സംഭവം നടന്ന അന്ന് ഒരു 11:30 മണി അങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുക ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഭയങ്കര കരച്ചിൽ കേട്ടു. ഭയങ്കര ഉച്ചത്തിൽ കരച്ചിൽ കേട്ടു. ഒരു പെണ്ണുങ്ങൾ കരയുന്ന ശബ്ദമാണ്, കുട്ടികളൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഓടിയിറങ്ങി. എന്താ പറയുക, ഏത് ഭാഗത്തു നിന്നാണ് കരച്ചിലെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ വെപ്രാളത്തിൽ ഞാൻ ഓടി ലാസ്റ്റ് എൻ്റെ മക്കളും വന്നു. എൻ്റെ കൂടെ എൻ്റെ ചെറിയ മക്കളുണ്ട്. അവർ ഈ ഒച്ച കേട്ടിട്ട് അവരും വന്നു. ലാസ്റ്റ് ഒരു വീട്ടിലെത്തിയപ്പോൾ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നു. അപ്പോൾ ഒരു പ്രായമുള്ളൊരു അമ്മ ബോധം കിട്ടിയിട്ടുണ്ട്, ബോധമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ അസുഖമില്ലായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തൊരു പ്രശ്നമാണെന്ന് വെച്ചിട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ വീട്ടിൽ ഗ്യാസ്, ഇപ്പോൾ ഇവരിങ്ങനെ ഒച്ചത്തിൽ കരയാന്ന് വെച്ചാൽ ഞങ്ങളെ വീട് പൊട്ടിപ്പോയി, വീട് പണി കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ അങ്ങനെയുള്ള കുറേ പേര് ഒരു വീട് പണിയൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കരയുക. ഞാൻ നിങ്ങൾ കരയല്ല, സമാധാനിക്കുക, നമുക്ക് എന്താ ചെയ്യുക, നിങ്ങൾ കരഞ്ഞുകൊണ്ടൊരു കാര്യമില്ലല്ലോ, നമുക്ക് എന്താ വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്പോട്ടിൽ അപ്പോഴേക്ക് പിന്നെ അവിടെ 2-3 ആണുങ്ങളുണ്ട്. ഒരു ഗിരിഷേട്ടുണ്ട്, ഒരു സജീവ് മഷുണ്ട്. അപ്പോൾ അവരൊക്കെ ഫയർഫോഴ്സിൻ്റെ നമ്പർ തപ്പുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്ത്, എൻ്റെ സുഹൃത്തുണ്ട് ഷിനോസ് സാർ, ഇവിടെ നമ്മളെ പയ്യോളി ഇപ്പോൾ ഡോഗ് സ്ക്വാഡിലുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷിനോസ് സാർ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഞങ്ങൾ ടാക്ടിക് ഫ്രണ്ട്സാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴികാട്ടിയ സുഹൃത്തും എല്ലാം കൂടിയാണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചപ്പോൾ ആദ്യം വിളിക്കില്ല, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫയർഫോഴ്സിൻ്റെ നമ്പർ ഉണ്ടാവുമോ, എന്നിട്ട് എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഫയർഫോഴ്സിന് കിട്ടിയേ. ഫയർഫോഴ്സ് ഞങ്ങൾ 10-20 മിനിറ്റ് കൊണ്ട് വരാതെ വടകര ഫയർഫോഴ്സിൽ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ശിവാനന്ദൻ്റെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ട്, പെട്ടെന്ന് എത്തണോ, എന്താ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോഴേക്ക് ഓനെ നമ്മളെ വീട്ടിൽ നിന്ന് ഇടുന്ന ബനിയനും ഒരു ബർമുടേൻ്റെ മേലെ ഒരു ലുങ്കിയോ കൊടുത്തിട്ട് ആ സ്പോട്ടിലെത്തി. വണ്ടി സ്റ്റാൻഡ് ഇടുമ്പോൾ ക്യാമറ സ്റ്റാൻഡിലിട്ടോ, എന്നിട്ട് ഇറങ്ങിയാൽ മതി സ്റ്റാൻഡൊക്കെ ഇട്ട്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ പോയി ആ വീട്ടിലേക്ക് പോയപ്പോൾ എന്നോട് നീ അവിടെ നിന്നോ, ഞാൻ പോയിട്ട് നോക്കട്ടെ എന്നാണ്. അങ്ങനെ നോക്കി, പിന്നെ ഇവനെ കാണുന്നില്ല കുറേ നേരത്തേക്ക്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് നീ മാറി നിന്ന് അവിടെ നിൽക്കില്ല, അങ്ങോട്ട് ദൂരോട്ട് മാറിക്കൊന്നാണ്. അപ്പോൾ ഞാൻ കുറേ അങ്ങോട്ട് മാറി നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവണ്ട് കൂളായിട്ട് വരുന്നു. ഞാൻ സിലിണ്ടറൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നീ എന്ത് പണിയാണ് ചെയ്തൊക്കെ, ഇവർ വരുന്നില്ലേ, എന്തേ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ കുറേ ചീത്ത പറഞ്ഞു. എന്നോട് തന്നെ എനിക്ക് അന്നേരം തോന്നിയ കാര്യമാണ് ചെയ്തത്, ഇനി സേഫാണ് എന്തോ ആയിരുന്നു. അപ്പോഴേക്ക് മഴ ചാറി, പിന്നെ നമുക്കൊരു ഇതായി. അപ്പോഴേക്ക് ഫയർഫോഴ്സ് വന്ന് നേരെ അവർ എൻ്റെ അടപ്പിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി. ഞാൻ അന്നേരം തന്നെ പോകുമ്പോൾ തന്നെ പറഞ്ഞു ചീത്ത വെക്കുമല്ലോ, നമ്മൾ കയറി ചെയ്താന്ന് വെച്ചിട്ട് ഫയർഫോഴ്സ് ചിലപ്പോൾ പ്രശ്നമാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ, ഇവിടെയുള്ളൊരു ഷിനോസ് സാറ് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അവരാണ് ഉള്ളിൽ കയറിയിട്ട് ഇതൊക്കെ ചെയ്തത്,
ഓക്കെ, വളരെ നന്നായി, എന്തായാലും അപകടം തരണം ചെയ്തല്ലോ എന്നാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു അനുഭവം. അത് ഞാൻ ആ സംഭവം ആ ദിവസം തന്നെ രാത്രി ഒരു 12 മണി അങ്ങനെ ഞാൻ നമ്മളൊരു നാട്ടിലൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്, തച്ചങ്കുന്ന് ഗ്രാമം 4 വാർഡുകൾ ചേർന്നൊരു കൂട്ടായ്മ. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, നമ്മളിങ്ങനെ ചെറിയ സംഭവമാണെങ്കിലും നമ്മളൊരു ചെറിയ സംഭവം അന്ന് തോന്നിയത്, ഞാനത് എന്ത് ചെയ്ത് ഒരു പോസ്റ്റ് ഇട്ടു, ഇതിനെപ്പറ്റി വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് നമ്മളെ ഗ്രൂപ്പിലിട്ടു. അപ്പോൾ രാവിലെ ആയപ്പോഴാണ് മനസ്സിലായത് ഇത് കയറി അങ്ങ് വൈറലായി. പിന്നെ വിളി വരുന്ന അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വിളി വരുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നു, എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എന്നോട് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് പിന്നെ നാട്ടിലെല്ലാവരും പ്രമുഖന്മാരൊക്കെ പറഞ്ഞ് നമുക്കൊരു എന്താ പറയുക മൊമെൻ്റോ കൊടുക്കണം, അവനൊന്ന് അനുമോദിക്കണം എന്നിട്ട് അങ്ങനെ ഇന്ന് നമ്മളായി അനുമോദിക്കൽ ചടങ്ങായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പോഴത്തെ കാലത്തെ പോലീസുകാർക്ക് അതെ 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 കാലഘട്ടം കൂടിയാണ്. ശരിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതാണ്, ഒരു പോലീസുകാരെ ഇങ്ങനെ ഒരു 2-3 പോലീസുകാർ കുറച്ച് അതിക്രമങ്ങൾ ചെയ്തു, നമ്മൾ വീഡിയോ ഒക്കെ കണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മളതുപോലെ കുറ്റപ്പെടുത്തരുത്. സാറൊക്കെ നമ്മൾ ഷിനോ സാറേ നമ്മൾ ചെറുപ്പത്തിലേറെ ഇങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട് നമുക്ക് പോലീസ്. അപ്പോൾ എല്ലാവരും അതുപോലെ ഉൾപ്പെടുത്തരുത്. ഇങ്ങനത്തെ കുറേ പോലീസുകാരുണ്ട്, ഇങ്ങനത്തെ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്ന പോലീസുകാരുണ്ട്. അപ്പോൾ എന്തായാലും ഷിനോസിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്, എപ്പോഴും അവനോട് കടപ്പെട്ടിരിക്കും, നമ്മളും നമ്മളെ നാട്ടുകാരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ 7-ാം തീയതി എൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്. പിന്നെ 7-ാം തീയതി ഒരു രാത്രി 11:30-ക്കും 11:45-ഇടയിലായിട്ട് എൻ്റെ ഒരു മോള് പിന്നെ എഴുതി തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവൾ പറഞ്ഞ് എല്ലാ ജനലുകളും വാതിലുകളൊക്കെ പൂട്ടിയിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ് അടുക്കളയിൽ ഒരു സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടി വന്ന് പിന്നെ എന്താ നോക്കിയപ്പോൾ അതൊരു പല്ലിയോ എന്തോ പോകുന്നതുപോലെ ഒരു നിമിഷം ഞാനത് കണ്ടിന്. പിന്നെ നോക്കുമ്പോൾ തുറന്നപ്പോൾ എനിക്കൊരു മണമാണ് അനുഭവപ്പെട്ടത്. അപ്പം ഞാൻ അമ്മേനെ വിളിച്ച്, ജലദോഷം പിടിച്ചിനേനു, അമ്മേനെ വിളിച്ച്. അപ്പോൾ അമ്മ പറഞ്ഞ് പിന്നെ ഇത് ഗ്യാസ് മണക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പുലർച്ചെ എണീച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തെങ്കിലും സംഭവിക്കും, അപ്പോൾ ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞാൽ അമ്മേ ഞാനിപ്പോൾ ഇതൊക്കെ പുറത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സിലിണ്ടർ റെഗുലേറ്റർ ഓഫിലേനുള്ളത്. എന്നിട്ട് പിന്നെ സിലിണ്ടർ ഞാൻ പിന്നെ റെഗുലേറ്റർ പൊന്തിച്ച് സിലിണ്ടറെ പൊന്തിക്കുമ്പോഴത്തേക്കാണ് വളരെ ശക്തമായിട്ടാണ് ഭയങ്കര ഫോഴ്സോട് കൂടി 2-3 വീട് അപ്പുറം കേൾക്കാം ഇതിൻ്റെ പിന്നെ ശബ്ദം. അപ്പം പിന്നെ ഫോഴ്സോട് കൂടിയിട്ട് ഇത് വന്നപ്പോൾ ഞാൻ അടുക്കള ഭാഗത്തെ വാതിൽ തുറന്നിരുന്നു. ഞാൻ അതിലേക്ക് പോയി. പിന്നെ അമ്മയും 2 മക്കളും അതിൻ്റെ ഉള്ളിലായിപ്പോയി. ആ ഒരു അനുഭവം എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഞാൻ അത്രയും ശക്തമായിട്ട് കൂക്കി വിളിച്ചിട്ട് പോലും ഈ ശബ്ദത്തിൽ ഇവരാരും കേൾക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഈ സിലിണ്ടർ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അകത്തേക്ക് പോകാനും പറ്റുന്നില്ല. അപ്പം ബഹളം വെച്ച് പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാണുന്നത് ഇവർ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇറങ്ങി ഓടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓടി വരും ബബീഷ്, സജീവ് മാഷ്, കാളത്ത് ഗിരീഷ് ഓരെല്ലാം പറഞ്ഞ് സബീത്ത ഇവരൊക്കെ വന്ന് പിന്നെ ഫയർഫോഴ്സിൻ്റെ നമ്പറൊന്നും ആ സമയത്ത് എവിടുന്ന് എന്താണെന്നറിയില്ല, ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഷിനോ സാറെ വിളിച്ചത്. സാറ് വരികയും വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവർ കേട്ടിട്ടില്ല. ആ സമയത്ത് അപകടം പറ്റുന്നതൊന്നും ആ സമയത്ത് നോക്കിയില്ല. സ്വന്തം ജീവനും പിന്നെ കുടുംബം എല്ലാം മറന്നിട്ടാണ് അവർ പിന്നെ വീട്ടിലേക്ക് കയറിയത്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ അറിയുന്നത് ഇത് എല്ലാം എടുത്ത് വെച്ച് എന്നുള്ളത്. അന്നേരമാണ് എനിക്ക് സമാധാനമായത്. ഒരുപക്ഷെ ആ സമയത്ത് ഭയങ്കര എന്താ പറയുക, മരണം തന്നെ ശരിക്കും ഒന്നും എന്ത് സംഭവിക്കാന്നുള്ള ആ അവസരത്തിലാണ് സാറ് പോയിട്ട് അത് പിന്നെ നീക്കം ചെയ്തത്. അന്നേരമാണ് പിന്നെ ഫയർഫോഴ്സൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കുടുംബം എപ്പോൾ സാറിൻ്റെ മുന്നിൽ കടപ്പെട്ടു.